ഇന്ന് ഓഗസ്റ്റ് 26 മൺഡേ ആണ് കേട്ടോ. അപ്പം ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇന്ന് എൻ്റെ 6th മന്തിലെ ചെക്കപ്പ് ഡേ ആണ്. അപ്പം ഞാൻ ഓർത്തു അതൊക്കെ ഒന്ന് ഡോക്യുമെൻ്റ് ചെയ്ത് വെക്കാം, പിന്നീടാണെങ്കിലും കാണാമല്ലോ എന്ന്. അപ്പം രാവിലെ എണീറ്റിട്ടുള്ള പരിപാടികളൊക്കെയാണ്. രാവിലെ എണീക്കാൻ കുറച്ചധികം മടിയുള്ള കൂട്ടത്തിലാണ് ഞാൻ. പക്ഷേ ഇന്നിപ്പം നമുക്ക് പുറത്തൊക്കെ പോകണമല്ലോ, ഹോസ്പിറ്റലിലൊക്കെ പോകണം. അതുകൊണ്ട് വേഗം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആലോചിച്ചു അതൊരു വീഡിയോ ആയിട്ടിരിക്കട്ടെ, പിന്നീടായാലും നമുക്ക് കാണാമല്ലോ എന്ന്. അങ്ങനെ എടുത്തിട്ടുള്ള കുഞ്ഞു ക്ലിപ്സാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ രൂപത്തിൻ്റെ അവിടെയൊക്കെ നിന്ന് കുറച്ച് നേരം പ്രാർത്ഥിച്ച് പിന്നെ നമ്മൾ ഡെയിലി റുട്ടീനിലേക്ക് കിടക്കാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് ജസ്റ്റ് ചെക്കപ്പ് മാത്രമേ ഉള്ളൂ, സ്കാനിങ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ വരാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് 11 അപ്പോയിൻമെൻ്റ് ഉള്ളത്. അപ്പോൾ അതിന് മുന്നേ വീട്ടിൽ നിന്ന് ഇറങ്ങണം. അപ്പോൾ ഞാൻ രാവിലെ പെട്ടെന്ന് വരാമല്ലോ. അപ്പോൾ ഞാൻ രാവിലത്തെ പഴവും അതുപോലെ മുട്ടയൊക്കെ കഴിച്ച് പാലൊക്കെ കുടിച്ച് പിന്നെ ബേബിയുടെ ഫയൽസും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. തമ്പനയിലും ഇതിലൊക്കെ കണ്ട പോലെ ഇന്ന് ഓഗസ്റ്റ് 26 എൻ്റെ 6th മന്ത് ചെക്കപ്പും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഈ മന്തിൽ നമുക്ക് സ്കാനിങ് ഇല്ല, ചെക്കപ്പ് മാത്രമാണുള്ളത്. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റ് നിങ്ങൾ വീഡിയോയിൽ കണ്ട പോലെ ഫ്രഷായി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഓൾറെഡി ഞാൻ സെറ്റായിട്ടുണ്ട്. അമ്മയാണ് ഇന്ന് എൻ്റെ കൂടെ വരണം കേട്ടോ. അപ്പോൾ അമ്മ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അമ്മ റെഡി ആയി കഴിഞ്ഞാൽ ഞങ്ങൾ പോവും. അപ്പം 11 o'clock നമുക്ക് അപ്പോയിൻമെൻ്റ് ഉള്ളത്. അപ്പോൾ പോയിട്ട് പിന്നെ അധികം വൈകില്ല എന്ന് വിചാരിക്കണം. കാരണം സ്കാനിങ് ഉള്ള ദിവസമാണ് നമുക്ക് രാവിലെ പോയാൽ പിന്നെ ഒരു 5 മണിയായിട്ട് നോക്കിയാൽ മതി, അങ്ങനെയാണ് വരാറുള്ളത്. ഇന്നിപ്പം സ്കാനിങ് ഇല്ലാത്തതുകൊണ്ട് നേരത്തെ വരാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. എങ്ങനെയാണെന്നൊന്നും അറിയില്ല. പിന്നെ നമുക്ക് ചെറുതായിട്ട് ചെറിയ കടകളിലും കാര്യങ്ങളും ചെറിയ പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടേ വരാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ലേറ്റ് ആവാനും ആവാതിരിക്കാനും സാധ്യതയുണ്ട്. പോണ കാര്യങ്ങളൊക്കെ നടക്കില്ല എന്നുള്ളത് അറിയില്ല. അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ബാക്കി വിശേഷമൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം കേട്ടോ. അങ്ങനെ ഞാനിതാ ഹോസ്പിറ്റലിൽ പോകാനായിട്ട് ഇറങ്ങണം. അപ്പോൾ അതിന് മുന്നേ ഒന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ പ്രാർത്ഥിച്ച് കുരിശൊക്കെ വരച്ച് ഇനിയിപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങാണ് കേട്ടോ വീട്ടിൽ നിന്ന്. അപ്പോൾ അമ്മ ഉണ്ട് കൂടെ. അമ്മ അവിടെ നിന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വാതിലൊക്കെ ലോക്ക് ചെയ്തോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട്. ഇവിടെ അമ്മമ്മമാരുണ്ട്, അതുകൊണ്ട് നമ്മൾ വാതിൽ അടയ്ക്കേണ്ട ആവശ്യമില്ല, അവരുണ്ടല്ലോ. അപ്പോൾ പിന്നെ ഞാൻ എന്താ ചെരുപ്പൊക്കെ ഇട്ടിട്ട് ഇറങ്ങാണ്. ഇന്ന് നമ്മൾ പോണത് കാറിലും ഓട്ടോയിലും ഒന്നല്ല, നമ്മളിന്ന് ബസ്സിലാണ് പോണത് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 5 മിനിറ്റ് നടക്കാനുണ്ട് ബസ് സ്റ്റോപ്പിലേക്ക്. അവിടെ നിന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് ബസ് കിട്ടും. ഒരു ബസ് കയറിയാൽ മതി. അപ്പോൾ ഹോസ്പിറ്റലിലെത്തും കേട്ടോ. 15 മിനിറ്റിനുള്ളിൽ ഹോസ്പിറ്റലിലെത്തും. ഇതാണ് ഞാൻ കൺസൾട്ട് ചെയ്യുന്ന ഹോസ്പിറ്റൽ, മെട്രോപൊളിറ്റൻ ഹോസ്പിറ്റലാണ് കേട്ടോ. അപ്പം ഞാൻ ഈ ഹോസ്പിറ്റലും അതുപോലെ ഞാൻ കാണിക്കുന്ന ഡോക്ടറിനെ കുറിച്ചിട്ടൊക്കെ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഡോക്ടർ ജ്യോതി മേരി എന്ന് പറഞ്ഞിട്ടുള്ള ഡോക്ടറാണ്. എല്ലാ വീഡിയോയിലും ഒരുവിധം ഇങ്ങനത്തെ ഹോസ്പിറ്റൽ വീഡിയോസിലൊക്കെ ഞാൻ പറയാറുണ്ട് ആളുടെ പേര്. അപ്പോൾ അത് ഞങ്ങളവിടെ ചെന്നതിന് ശേഷം പിന്നെ നമ്മളിങ്ങനെ ഇതുപോലെ ടോക്കൺ എടുത്ത് റിസപ്ഷന് വെയിറ്റ് ചെയ്യണം, നമ്മുടെ ബില്ല് കാര്യങ്ങളൊക്കെ പേ ചെയ്യാനായിട്ട്. അപ്പോൾ ഡോക്ടറെ കാണാനുള്ള കാർഡും കാര്യങ്ങളൊക്കെ എടുക്കണം. അപ്പോൾ അമ്മ അത് എടുക്കാനായിട്ട് വെക്കണം. അങ്ങനെ കാർഡ് കിട്ടിയിട്ടുണ്ട്. ഇനി പേയ്മെൻറ്റ് ചെയ്യണം. അപ്പോൾ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് പോയപ്പോഴാണ് അവിടെ GPay വർക്ക് ആവാണ്ട് കുറച്ച് ഇത്ര പേര് വെയിറ്റ് ചെയ്യണത്. അതുകൊണ്ടാണ് എല്ലാവരും GPay ആണ്. അപ്പോൾ പക്ഷേ അത് വർക്ക് ചെയ്യണില്ല. അപ്പോൾ നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോഴേക്കും ഒരു 10 മിനിറ്റിനുള്ളിൽ ശരിയായിട്ടോ. ഹോസ്പിറ്റലിലാണെന്നുണ്ടെങ്കിൽ നല്ല തിരക്കുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ദൈവം ഇനി ഡോക്ടറുടെ അവിടെയും തിരക്കുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ലേറ്റായിട്ടേ നമുക്ക് വരാൻ പറ്റുള്ളൂ. കാരണം നമ്മുടെ മുന്നേ വന്നവരൊക്കെ പോയി കഴിഞ്ഞാലല്ലേ നമുക്ക് വരാൻ പറ്റുള്ളൂ, കാണിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് പേടിച്ചിട്ടാണ് ചെന്നത്. പക്ഷേ എന്താ പറയുക, ഡോക്ടർക്ക് ഇന്ന് പ്രത്യേകിച്ച് തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ ഞങ്ങൾ ലിഫ്റ്റിൽ 3rd ഫ്ലോറിലാണ് ഡോക്ടർ. അപ്പം ഡോക്ടറെ കാണാനായിട്ട് ഡോക്ടറിൻ്റെ റൂമിൻ്റെ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡോക്ടർക്ക് അധികം തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ടോക്കൺ നമ്പർ 2 കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പെട്ടെന്നായിരുന്നു നമ്മുടെ 1 hourനുള്ളിൽ നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞാൽ ഡോക്ടറെ കാണുന്ന റൂമിലേക്ക് കയറുന്നതിന് മുന്നേ നമുക്ക് ചെറിയൊരു സ്ക്രീനിങ് പോലെ ഉണ്ടാവും. അപ്പോൾ അതിൽ നമ്മുടെ ഹൈറ്റ്, വെയിറ്റ്, അതുപോലെ പ്രഷർ, ഓക്സിജൻ ലെവലൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കഴിയുമ്പോൾ അവർ പറയുന്നു യൂറിൻ പാസ് ചെയ്തിട്ട് വരുമെന്ന് പറയും. അപ്പോൾ ബേബിയുടെ ഹാർട്ട് ബീറ്റ് അവർ ജസ്റ്റ് അവരുടെ എക്യുപ്മെൻറ്റ്സ് വെച്ചിട്ട് നമുക്കൊന്ന് കേൾപ്പിച്ച് തരും കേട്ടോ. അപ്പോൾ ഇന്ന് സ്കാനിങ് ഇല്ലാത്തതുകൊണ്ട് ഹാർട്ട് ബീറ്റ് മാത്രമാണ് നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ, ബേബീനെ കാണാനായിട്ട് പറ്റില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഹാർട്ട് ബീറ്റൊക്കെ കേട്ട് ആൾ ആക്റ്റീവായിട്ടിരിക്കേണ്ട ഒരു പ്രശ്നമില്ല. അപ്പോൾ ഞങ്ങളങ്ങനെ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ ഡോക്ടറെ കണ്ട് ഞങ്ങൾ ഇറങ്ങി. വേറെ പ്രത്യേകിച്ച് ഇഷ്യൂസൊന്നും കാര്യങ്ങളൊന്നുമില്ല. ബേബിയൊക്കെ
ഓക്കെ ആയിട്ട് ഹെൽത്തി ആയിട്ടിരിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇനി 7th മന്തിലത്തെ വരേണ്ട ഡേറ്റും എന്നാ വരണ്ടതെന്നുള്ളതും പിന്നെ സ്കാനിങ്ങിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളും അതുപോലെ ഗ്ലൂക്കോസ് ടെസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം പറഞ്ഞു തന്നു. അതിനുശേഷം നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ട് അപ്പോൾ തിരിച്ചും നമ്മൾ ബസ്സിൽ തന്നെയാണ് പോണത്. പിന്നെ എനിക്ക് പ്രത്യേകിച്ച് മെഡിസിനോ കാര്യങ്ങളോ ഒന്നും പുതിയത് എഴുതിയിട്ടില്ല. എല്ലാം ഞാൻ കഴിക്കുന്ന മെഡിസിൻ തന്നെ കണ്ടിന്യൂ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളതൊക്കെ ഹെൽത്തിൽ നിന്നാണ് മേടിക്കാറുള്ളത്, ഹോസ്പിറ്റൽ ഫാർമസിയിൽ നമ്മൾ മേടിക്കാറില്ല കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ ബസ് കയറി വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് കടയിൽ കയറാനുള്ളത് പാലക്കിലെത്തിയിട്ടാണ്. അവിടുത്തെ കടകളിലാണ് കയറാനുള്ളത്. പക്ഷേ പ്രത്യേക സാഹചര്യങ്ങൾ കാരണം എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ കടയിൽ കയറുന്ന വീഡിയോ ഒന്നുമില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു. ഒരു വീഡിയോയിൽ കാണുന്നത് വരെ ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.